ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്ന വേഗത ഭ്രമണ വേഗത മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്ററാണ്. അതായത് ഭൂമധ്യരേഖാ പ്രദേശത്തെ ഭൂമിയുടെ ഭ്രമണ വേഗത മണിക്കൂറിൽ 1667 കിലോമീറ്റർ. ഭൂമധ്യരേഖാ പ്രദേശത്തെ ഭൂമിയുടെ ഭ്രമണ വേഗത മണിക്കൂറിൽ 1667 കിലോമീറ്റർ ആണ്. ഇനി ഭൂമി സൂര്യനെ ചുറ്റുന്ന വേഗത അല്ലെങ്കിൽ ഭൂമിയുടെ പരിക്രമണ വേഗത ചോദിച്ചാൽ മണിക്കൂറിൽ 1,60,000 കിലോമീറ്റർ ആണ്. ഭൂമി സൂര്യനെ ചുറ്റുന്ന വേഗത എത്രയാണ്? മണിക്കൂറിൽ 1,60,000 കിലോമീറ്റർ. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. ഇനി സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണം, അറിയാലോ. വൃത്താകാര പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിന് അറിയപ്പെടുന്നത് ദോലനം എന്നാണ്, അല്ലെങ്കിൽ ഓസിലേഷൻ. ദോലന ചലനത്തിന് ഉദാഹരണമാണ് ക്ലോക്കിലെ പെൻഡലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, തൂക്കുവിളക്കിന്റെ ചലനം, വാഹനങ്ങളെ വൈപ്പറിന്റെ ചലനം, ആട്ടുകെട്ടിലെ വീണക്കമ്പി തുടങ്ങിയവ. ദ്രുതഗതിയിലുള്ള ദോലനത്തിനാണ് നമ്മൾ കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഒരു ചക്രം കറങ്ങുമ്പോൾ മറ്റേതിനെയും കറങ്ങാൻ സഹായിക്കുന്ന ചക്രങ്ങൾ അറിയപ്പെടുന്നത് പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ്. അപ്പം ഒരു ചക്രം കറങ്ങുമ്പോൾ മറ്റേതിനെയും കറങ്ങാൻ സഹായിക്കുന്ന ചക്രങ്ങൾ അറിയപ്പെടുന്നത് പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ്. ചലനത്തിന്റെ ദിശ, വേഗം എന്നിവ മാറ്റാൻ ഉപയോഗിക്കുന്നത് പൽചക്രമാണ്. അപ്പോൾ ചലനത്തിന്റെ ദിശ, വേഗം എന്നിവ മാറ്റാൻ ഉപയോഗിക്കുന്നത് പൽചക്രങ്ങൾ. ചലനത്തിന്റെ ദിശയും വേഗതയും മാറ്റാൻ ഉപയോഗിക്കുന്നത് പൽചക്രങ്ങളാണ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാന്തമാണ് ലോഡ് സ്റ്റോൺ. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാന്തം ലോഡ് സ്റ്റോൺ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാന്തം എന്താണ്? ലോഡ് സ്റ്റോൺ. കാന്തത്തെ ആദ്യമായി കണ്ടെത്തിയ ഗ്രീക്കുകാരനായ ആർട്ടിഡനാണ് മാഗ്നസ്. അപ്പോൾ കാന്തത്തെ ആദ്യമായി കണ്ടെത്തിയത് ഒരു ഗ്രീക്കുകാരനായ ആർട്ടിഡനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് മാഗ്നസ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാന്തം ലോഡ് സ്റ്റോണും കാന്തത്തെ ആദ്യമായി കണ്ടെത്തിയ ഗ്രീക്കുകാരനായ ആർട്ടിഡന്റെ പേര് മാഗ്നസ് എന്നുമാണ്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. അപ്പോൾ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. അൽനിക്കോയിൽ എന്തൊക്കെയുണ്ട്? ഇരുമ്പുണ്ട്, അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്. അപ്പോൾ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. അൽനിക്കോയിലെ ഘടകങ്ങളാണ് ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവ. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പം അൽനിക്കോ കൂടാതെ എന്തൊക്കെ ഉപയോഗിക്കുന്നു? നിയോഡിമിയവും സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മിനി മോട്ടറിൽ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ ആകൃതി ചാപരൂപം അല്ലെങ്കിൽ റിംഗ് ട്യൂബ്. മിനി മോട്ടറിൽ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ ആകൃതിയാണ് ചാപരൂപം അല്ലെങ്കിൽ റിംഗ് ട്യൂബ് എന്ന് അറിയപ്പെടുന്നു. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങൾ അറിയപ്പെടുന്നത് ധ്രുവങ്ങൾ, കാന്തിക ധ്രുവങ്ങൾ. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങൾ അറിയപ്പെടുന്നതാണ് കാന്തിക ധ്രുവങ്ങൾ. സ്വന്തമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തെക്ക് വടക്ക് ദിശയിലായിരിക്കും. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തെക്ക് വടക്ക് ദിശയിലായിരിക്കും. കാന്തത്തിന്റെ ഒരേതരം ധ്രുവങ്ങൾ അറിയപ്പെടുന്ന സജാതീയ ധ്രുവങ്ങൾ. കാന്തത്തിന്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്ന വിജാതീയ ധ്രുവങ്ങൾ. അപ്പോൾ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അപ്പം വ്യത്യസ്ത തരം ധ്രുവങ്ങൾ ആകർഷിക്കുന്നു, ഒരേതരം ധ്രുവങ്ങളാണെങ്കിൽ അത് വികർഷിക്കുന്നു. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം.